നിക്ക് നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് നമ്മൾ വൈറൽ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ബാർ അപ്പം ഭയങ്കര വൈറലായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പെട്ടെന്ന് ആ വീഡിയോ കണ്ട സമയത്ത് ചോക്ലേറ്റ് അല്ലേ അപ്പം അതിൻ്റെ പ്രിയപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് തന്നെ സ്പോട്ടിൽ ഞാൻ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോസ് എടുത്തിട്ട് കുറേ ദിവസമായി അത് എഡിറ്റ് ചെയ്യാനുള്ള മടി അത് ഒരു കുറവും എനിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാടുണ്ട് നമ്മളെ ആപ്പിൽ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് വീഡിയോസ് ഇതുപോലെ പെൻഡിങ്ങിൽ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ വൈറലായിട്ടുള്ള വീഡിയോ എടുത്ത സമയത്ത് ചെയ്തിട്ട് കഴിച്ച സമയം കുറേ ദിവസമായി. എങ്കിലും ഇപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ഒരു പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ബാർ. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് നമുക്ക് വൈറലായിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അല്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഒരു ക്രേവിങ്സ് കൊണ്ട് ഞാൻ കയ്യിലുള്ള നട്ട്സ് മാത്രം എടുത്തിട്ട് ചെയ്തതാട്ടോ. ബദാംസ് ഉണ്ടായിരുന്നു, അത് ഞാൻ പൊടിക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോസിൽ പെട്ടില്ല. കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പെടാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എഡിറ്റിംഗ് ടൈമിലാണ് ഇതൊന്നും ഇട്ടത് വീഡിയോസിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നുന്ന ഒരു ക്രേവിങ്സ് കൊണ്ട് ഉണ്ടാക്കിയാലോ. ഞാൻ ഇവിടെ കാഷ്യൂനട്ടും പീനട്ടും ബദാംസും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ എടുക്കേണ്ടത് ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ ആ ഒരു സമയത്ത് എടുക്കേണ്ടത് നമുക്ക് പിസ്താഷ്യോ ആണ്. അപ്പോൾ ആ ഒരു ക്രേവിങ്സിൻ്റെ ടൈമിൽ പിസ്താഷ്യോ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിസ്തയുടെ കൂറ്റമായി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂസും പീനട്ടും ആണ്. നിങ്ങൾ അതിന് പകരം പിസ്താഷ്യോ ആണ് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഞാനിതിവിടെ അധികം പേസ്റ്റ് രൂപത്തിൽ അങ്ങനെ ആക്കിയിട്ടില്ല. അതിൽ നിന്ന് ഓയിൽ കണ്ടൻറ്റ് ഇറങ്ങി വരിക. കാരണം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിതിവിടെ കുനാഫ നോർമലി നമ്മൾ കുനാഫ ഡോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു നോർമൽ കുനാഫ ആ ഒരു സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നേർത്ത വേർമസെല്ലിയാണ്. അപ്പം ഞാൻ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് നട്ട്സ് മാറ്റി അത് പൊടിച്ചെടുത്തു. പിന്നെ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ചേർത്തിട്ട് നൈസായിട്ടുള്ള ടോപ്പ് നൈസായിട്ടുള്ള വേർമസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം ആ ഒരു നട്ട്സ് പൊടിച്ചിട്ടുള്ളത് അതിൽ ചേർത്തു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഗോൾഡൻ നിറമാകുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ആ ഒരു പൗഡറൊക്കെ ചേർത്തിട്ടുള്ളത്. പിന്നെ മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് എടുക്കുന്ന സമയത്ത് നേരെ പകുതി നമ്മൾ വാൻ ഹുഡൻ നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഇല്ലേ ഭയങ്കര ടേസ്റ്റാണ്. അത് പകുതിയും നോർമൽ മിൽക്ക് കോമ്പൗണ്ട് പകുതിയും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വാൻ ഹുഡൻ. ഇതാണ് നമ്മൾ ഡ്രീം കേക്കിന് യൂസ് ചെയ്യുന്ന മിൽക്ക് കോമ്പൗണ്ടാണ്. ഡാർക്കല്ല, മിൽക്ക് തന്നെ യൂസ് ചെയ്യുക. എൻ്റെ പൊന്നെ ഇത് ചേർത്ത് കഴിഞ്ഞാലുള്ള ടേസ്റ്റ് അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ പിസ്താഷ്യോടെ സ്പ്രെഡ് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇവിടെ പീനട്ട് യൂസ് ചെയ്തുകൊണ്ട് പീനട്ടും കാഷ്യൂസും മറ്റും ബദാംസ് അത് ചേർത്തുകൊണ്ട് ഞാൻ ഇവിടെ പീനട്ടും പിന്നെ നമ്മൾ ന്യൂട്രലയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സിലേക്ക്. അതാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾ ചേർക്കേണ്ടത് പിസ്തയുടെ ഒരു സ്പ്രെഡ് കിട്ടും. അതങ്ങനെ പെട്ടെന്ന് അവൈലബിൾ എല്ലാവർക്കും അല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തു. നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് വാൻഹുഡനും നോർമലി മെലോയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണ്, വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത്. അപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓവന് അത് ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുപോലെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം പരന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കുക. അതിലേക്ക് അല്ലെങ്കിൽ ചെറിയ ബൗൾസ് എടുത്തിട്ട് അതിലേക്ക് ചെയ്താലും മതി. ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടേക്ക് ആയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ, എന്നാൽ സെറ്റായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും പിന്നെ നേരത്തെ നട്ട്സ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് ചേർത്തതും പിന്നെ നമ്മുടെ കുനാഫ ഡോ ആണ് ചേർക്കേണ്ടത്. നമ്മൾ വെർമിസെല്ലിയാണ്. പിന്നെ പീനട്ട് ബട്ടർ ന്യൂട്രല്ല ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ന്യൂട്രല്ല ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് അപാരാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു വൈറൽ കുനാഫ പിസ്താഷ്യോയുടെ ചോക്ലേറ്റ് ബാറിൽ ആകെ ഉള്ളത് മിൽക്ക് കോമ്പൗണ്ട് പിന്നെ കുനാഫ നമ്മൾ നേരത്തെ വെർമിസെല്ലി ചെയ്തതുപോലെ തന്നെ കുനാഫ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് പിസ്താഷ്യോ
പൗഡർ ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും പിന്നെ പിസ്താഷ്യോയുടെ സ്പ്രെഡും അതും കൂടെ മാത്രമേ വേണ്ടൂ. ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മുടെ അടുത്ത് പിന്നെ പിസ്തയുടെ സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടും കാഷ്യൂസും മറ്റുള്ള ഐറ്റംസും പീനട്ട് ബട്ടർ, ന്യൂട്രില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ ആദ്യം ആ ഒരു അപ്പോൾ ആദ്യം മോൾഡിൽ നമ്മൾ വൈറ്റ് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ഒരു ചെറിയ ലെയർ കൊടുത്തു. അത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ആ വേമസെല്ലിയുടെ കൂട്ട് ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ഹാമ്പേഴ്സിൽ കൊടുക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിട്ടുക്കാച്ചി ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ആണ്. എന്നെ പോലെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മറക്കണ്ട, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഋഷാസ് റെസിപ്പീസ്.